കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ അകൃത്യം മോചിച്ച് സകല രോഗങ്ങൾ സൗഖ്യമാക്കി ജീവനെ നാശത്തിന് വീണ്ടെടുത്ത് ദേഹകരുണ അണിയിച്ച് യൗവനം കഴിയണ പോലെ ഒതുകി വരത്തക്കവണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു പറഞ്ഞു, ഞാൻ 10 കുഷ്ഠരോഗികളാണ്, പക്ഷേ ഈ ശമര്യൻ മാത്രമാണ് വന്നത്. ബാക്കി 9 പേര് എവിടെ നശിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവം സൗഖ്യമാക്കുമ്പോൾ, ദൈവം വിടുവിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവം ഭാഗ്യ വിഷയങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം നൽകിയ വിടുതലുകൾ വരുമ്പോൾ ദൈവത്തിന് മുമ്പായി നന്ദി പറയാൻ എത്ര സമയം നമ്മൾ എടുക്കും? നന്ദി പറയാറുണ്ട്. നമ്മളെ ഒരാൾ വാഹനത്തിൽ അല്പം ദൂരെ കൊണ്ടുവിട്ടാലോ അടുത്ത് കൊണ്ടുവിട്ടാലോ ഇറങ്ങുമ്പോൾ നമ്മൾ അവരോട് നന്ദി പറയുന്നെങ്കിൽ, ഓരോ ദിവസവും ശ്വാസം നൽകി ഫ്രീ ആയിട്ട് ഓക്സിജൻ നൽകിയ ദൈവത്തിന് നന്ദി പറയണ്ടേ? സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറയണ്ടേ? കരത്തിൽ പിടിച്ചവന് നന്ദി പറയണ്ടേ? ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ ദൈവശബ്ദത്തിന് നന്ദി പറയണ്ടേ? നമ്മളിപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ നടന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ ദൈവത്തിന് സ്തോത്രം 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 ചെയ്യാൻ തയ്യാറാവും. ദൈവത്തെ സ്തുതിക്കാൻ, ഓരോന്ന് എണ്ണി പറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ നമിക്കാൻ നമുക്കിടയാവും. ഹോവയായ ദൈവം ഉന്നതനായ ദൈവമാണ്. ശാശ്വതവാസിയാണ്, പരിശുദ്ധനും നാമമാണ്. പക്ഷേ മനോവിനയവും മനസ്താപമുള്ളവരുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മനം തകർന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആരംഭത്തിങ്കൽ തന്നെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ അവസാനവും നമ്മുടെ കർത്താവിന് ഉറപ്പ് നമുക്കുണ്ടാവും. എല്ലാത്തിൻ്റെ ആദ്യം മാത്രമല്ല, അവസാനം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ കരുത്തിൽ നമ്മുടെ വിഷയത്തെ കൊടുത്തെങ്കിൽ സഭാപ്രസംഗ പ്രവണ സ്ഥലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയം ആണ് റൈറ്റ് ടൈം. അതുകൊണ്ടാണ് യേശു മറിയോട് പറഞ്ഞത്, എൻ്റെ നാഴിക വന്നാൽ ഏറ്റവും ടോപ്പായത്, ഇതുവരെ രുചിക്കാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുറത്ത് കൊണ്ടുവരും എന്നുള്ളതിന് സഹോദരങ്ങളെ സംശയമില്ല. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ചെങ്കടൽ വരട്ടെ, യോർദാൻ വരട്ടെ, സിംഹത്തിൻ്റെ കുഴി വരട്ടെ, തീച്ചൊള വരട്ടെ, പത്മോസ് വരട്ടെ, ഭക്തന്മാർ ഭയപ്പെട്ടോ? അവർക്കറിയാം അവർ സേവിച്ചു നിൽക്കുന്ന ദൈവം ആരാണ്, അവരെ വിളിച്ച ദൈവം ആരാണ്, അവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവർക്കറിയാം. അവർ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നതെന്നറിയാം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കൂ, രാജാക്കന്മാരുടെ മുഖത്ത് നോക്കിയ ആ കൽപ്പന ലംഘിച്ചത്. അത്ര ധൈര്യം അവർക്ക്. കാരണം പ്രമാണത്തിന് യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ദൃഢധൈര്യമുണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് ശരണം ഉണ്ടാകും, ആശ്രയം ദൈവമായിട്ട് ഇറങ്ങി വരും, അല്ലേ? അബ്രഹാം എടുത്ത തീരുമാനം, ദൈവം നൽകിയ ആ ദാനത്തെ
ദൈവം വാഗ്ദത്തം ചെയ്ത ആ ദാനത്തെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അനുസരിച്ചില്ലേ? ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ദൈവത്തോട് ഇറങ്ങി വന്നില്ലേ? പ്രിയരെ, ഭക്തിയോടെ നിൽക്കൂ, വിശ്വസ്തയോടെ നിൽക്കൂ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കൂ, അവിടുന്ന് പറയുന്നത് അനുസരിക്കൂ, പ്രമാണം മുറുകെ പിടിക്കൂ. ഒരു കാലഘട്ടത്തിലും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ധൈര്യത്തോടെ പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം സുപരിതമാണല്ലോ. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. പൗലോസ് ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ലേഖനമാണ്. ഇടുറ്റ ലേഖനങ്ങളാണ് താൻ എല്ലാം എഴുതിയത്. അനുഭവത്തിൽ നിന്ന് എഴുതുന്ന ഓരോ ലേഖനങ്ങളും, കർത്താവിൽ നിന്ന് പ്രാപിച്ച ലേഖനങ്ങൾ എല്ലാം അതിശ്രേഷ്ഠമാണ്. ഇവിടെ പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകും. പ്രിയരെ, നന്മ ചെയ്യാൻ ഈ ദിവസത്തിൽ തയ്യാറാവും. നന്മ ചെയ്യാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുതെന്ന് മറ്റടുത്ത് എഴുതിയിരിക്കും. വിശേഷാലാവുന്നിടത്തോളം നന്മ ചെയ്യാൻ തയ്യാറായാൽ ആ നന്മയ്ക്കൊരു റിസൾട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന നന്മകൾ, ചെയ്യുന്ന നല്ല പ്രവർത്തികൾ, ഉന്മേഷത്തോടെ ചെയ്യുന്നത് എല്ലാം നീതിയായി കണക്കും. അതിനകത്ത് മടുപ്പുണ്ടാവരുത്. മനുഷ്യമായി ഒന്നും പ്രതീക്ഷിച്ച് നന്മ ചെയ്യരുത്. അമർത്തി കുലുക്കി തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഒന്ന് ചെയ്തിട്ട് അടുത്തത് കിട്ടാൻ വേണ്ടിയും ചെയ്യരുത്. മറിച്ച് പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതിരുന്നാൽ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല എന്നുള്ള വചനപ്രകാരം നന്മ ചെയ്ത ഒറ്റ തലമുറകളെയും അവരുടെ ജനറേഷനെയും ദൈവം മറന്നിട്ടില്ല. സ്തോത്രം. വചനത്തിലൂടെ എടുത്തു നോക്കൂ. എത്രയോ ഭക്തന്മാർ, നന്മ ചെയ്തവർ, അവരെ ദൈവം മറന്നോ, ഉപേക്ഷിച്ചോ, തള്ളിക്കളഞ്ഞില്ല. അടുത്തൊരു ഭാഗമാണ് ഷെയർ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കാൻ എനിക്ക് നിയോഗം നൽകിയത്. തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് കൊയ്യും. പ്രിയരെ, എൻ്റെ രാത്രിയെ വെളിപ്പാട് ഞാൻ പറയാം. ഒരിക്കലും തളരരുത്. മനസ്സ് തളർന്നാൽ ശരീരം തളരും. പലതും കണ്ട് നമ്മുടെ മനസ്സ് തളരാറുണ്ട്, ക്ഷീണിക്കാറുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, പുറമേയുള്ളവൻ ക്ഷയിച്ചു പോയാലും അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന തലത്തിലേക്ക് വരണം. സ്തോത്രം. നന്മ ചെയ്യുന്നതിൽ തളരരുത്. അപ്പോൾ തന്നെ അടുത്ത ഭാഗം, തളർന്നു പോകരുത്. ചില വെല്ലുവിളികൾ മുമ്പിൽ വരുമ്പോൾ, ഭീഷണികൾ വരുമ്പോൾ, ആക്രോശങ്ങൾ വരുമ്പോൾ, ഏലിയാവ് തളർന്നു പോയില്ലേ? ക്ഷീണിച്ചു പോയില്ലേ? പക്ഷേ ദൈവം കൈവിട്ടില്ല. അവിടെ ഇറങ്ങി വന്നില്ലേ? തട്ടി എഴുന്നേൽപ്പിച്ചില്ലേ? ഒരു വാക്കിൻ്റെ മുമ്പിലാണ് താൻ തളർന്നു പോയത്. മാത്രമല്ല, കൂടെ നിൽക്കുന്നവർ പോലും തൻ്റെ ജീവന് ഭീഷണിയാകുമെന്ന് ഏലിയാവ് ഭയപ്പെട്ടു, തളർന്നുപോയി. പ്രിയരെ, ചില വാക്കുകൾ, ചില രേഖകൾ, ഡോക്ടേഴ്സിൻ്റെ ചില രേഖകൾ, അധികാരികളുടെ ചില രേഖകൾ, ഇതൊക്കെ കണ്ട് പലപ്പോഴും നമ്മൾ തളരില്ലേ? തളരരുത്. നമ്മുടെ അകത്ത് ഒരുവനുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെങ്കിൽ തളരരുത്. ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ളവനെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി.
ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ തളരത്തില്ല. എൻ്റെ ഉടയവൻ ആരാന്ന് അകത്ത് വെളിപ്പാടുള്ളവൻ തകരില്ല. ആകാശത്തെയും ഭൂമിയെയും ചമച്ചവൻ എൻ്റെ വിഷയത്തെ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്, വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാണ് എന്ന് അകത്ത് ബോധ്യമുള്ളവർ തളരത്തില്ല. മനസ്സിലായോ? ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, തളർന്നു പോകരുത്. നിങ്ങളുടെ തലമുറകളെ തന്നവൻ അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നടത്തും, കെട്ടുപണികൾ നടത്തും. നിങ്ങളോട് മുമ്പോട്ട് പോകാനും നിൽക്കാനും പറഞ്ഞ ദൈവമാണെങ്കിൽ, സാഹചര്യങ്ങൾ എതിരാണെങ്കിലും നിങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്തും. പൂർത്തീകരിപ്പിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പൂർത്തീകരിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇനി ഒന്നും അവിടെ കാണില്ല. ആവർത്തിച്ച് പറയുന്ന എല്ലാം എതിരാ. പക്ഷെ അത് കണ്ട് തളരരുത്, ഡൗൺ ആകരുത്. വിളിച്ചു പറ ആവർത്തിച്ച്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ഞാൻ തളരില്ല, പതറില്ല, സംശയിക്കും. തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് കൊയ്യും. ഒരു വലിയ കൊയ്ത്തുണ്ട് പ്രിയരെ. ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്തുണ്ട് കേട്ടോ. നീ കഴിഞ്ഞ നാളിൽ ഒത്തിരി കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചില്ലേ? ആർക്കാ കൊയ്ക്കുന്നത്? ആരുടെ ദൂത്? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നത് കരഞ്ഞോണ്ട, പക്ഷെ കറ്റ ചുമർന്നു കൊണ്ടുവരുന്നത് വലിയ ആർപ്പോട. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. പരിശുദ്ധാത്മ വ്യക്തമായി പറയും, തളരരുത്. ചില വിഷയങ്ങളുടെ മുമ്പ് തളർന്നും ക്ഷീണിച്ചും മങ്ങിയും ഡൗണായി പോയി ചിലരെ പരിശുദ്ധാത്മാവിൻ്റെ പകൽ തട്ടിയെന്നിരിക്കുന്നു. നിന്റെ കർത്താവ് വലിയവനാ, നീ സേവിക്കുന്നവൻ സർവശക്തനാ, ഉളവാക്കുന്നവനാ, സൗഖ്യമാക്കുന്നവനാ, യോജിപ്പിക്കുന്നവനാ, സഹായിക്കാൻ കഴിവുള്ളവനാ, പരാജയങ്ങളെ മാറ്റാൻ കഴിവുള്ളവനാ. വിശ്വസിക്കൂ, തളരരുത്, മൈൻഡ് തളരരുത്, ഹൃദയം ക്ഷീണിക്കരുത്. ക്ഷണിച്ചു പോയ ആഹാറിനെ വിളിച്ച ഒരു കർത്താവിൻ്റെ കരം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി നീട്ടും. യേശുവിൻ്റെ നാമത്തിൽ എലിയാവിനെ വിളിച്ച ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടുകയാണ്. ക്ഷീണിക്കരുത്. ബലമില്ലാതാവോളം കരഞ്ഞ ദാവീദിനോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, വചനത്തിൻ്റെ ശക്തി ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. തളർന്നുപോയ, ക്ഷീണിച്ചു പോയ, ബലം നഷ്ടപ്പെട്ട ചിലതിനെ ബലപ്പെടുത്തി ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിങ്ങളുടെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. തളർന്നു പോകാൻ ഞാൻ ഈ ദിവസങ്ങൾ കൊയ്യാൻ, കണ്ണുനീരോടെ വിജിത്ത് ആർപ്പോടെ കൊയ്യാൻ കർത്താവിടയാക്കാൻ പോകുന്നതിന് സ്തോത്രം. സകലമഹത്വം യേശു നാം തന്നെ. ആമേൻ. പ്രിയരെ, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഒരു വലിയ കൊയ്ത്തുണ്ട്, ഒരാർപ്പുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു നൃത്തമുണ്ട്. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ മാത്യു.